തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, വിശേഷിച്ച് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് അവിടെ നാട്ടുകാർ, അധ്യാപകർ, ഈ കുട്ടികൾ പഠിച്ച സ്കൂളുകൾ, അതുപോലെ തന്നെ കഴക്കൂട്ടം പോലീസ്, തിരുവനന്തപുരത്തെ ഈ കാര്യങ്ങളാകെ ഏകോപിപ്പിച്ച പോലീസ് സംവിധാനം, ഇതിൽ നിന്നൊക്കെയുള്ള വിവരങ്ങളും അതുപോലെ കന്യാകുമാരിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും കേരള പോലീസ് സംഘം അവിടെയുണ്ട്. ഇതെല്ലാമാണ് നിർഭൻ വളരെ സമഗ്രമായി നമ്മളുമായി സംസാരിച്ചുകൊണ്ട് അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിജിനും നമ്മൾക്കൊപ്പമുണ്ട്. വിജിൻ ടെലിഫോൺ ലൈനിലാണ്. വിജിൻ, കന്യാകുമാരിയിൽ നടന്നു വരുന്ന തെരച്ചിലുമായി ബന്ധപ്പെട്ട് നിർഭൻ ഇപ്പോൾ തരുന്ന കുറേയേറെ വിവരങ്ങളുണ്ട്. അവിടെ നടക്കുന്ന തെരച്ചിലുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഏതെങ്കിലും പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ചാണോ തെരച്ചിൽ നടത്തുന്നത്? കൂടുതലായിട്ട് വേറെ ആരെങ്കിലും ഈ കുട്ടിയെ കണ്ടതായി പോലീസിൻ്റെ മുമ്പിൽ വിവരം വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. രാവിലെ 5:30 രാവിലെ പുലർച്ചെ ഒരു ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ കണ്ടിരുന്നു എന്ന വിവരം വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമായി വന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രസ് വിവരങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടോ വിജിൻ? ശരത്, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മാറി കന്യാകുമാരി ബീച്ച് റോഡിലേക്കും തൊട്ടടുത്ത ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്കും ഒപ്പം തന്നെ ഗ്യാരേജുകൾ, തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, അതുമായി ബന്ധപ്പെട്ട ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാപകമായ പരിശോധന നടക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് കേരള പോലീസ് ഈ പരിശോധന നടത്തുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു സഹകരണമാണ്. 350ഓളം വരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഈ ബസ് സ്റ്റാൻഡിൽ ഓടുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പോലീസിന് ഉടൻ തന്നെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞത്. ആ ഓട്ടോ ഡ്രൈവർമാരുടെ കൂടി സഹായത്തോടെയാണ് ഇപ്പോൾ പരിശോധന. അതിലൊരാളാണോ ഈ കുട്ടിയെ രാവിലെ കണ്ടു എന്ന് വിവരം നൽകിയത്? തീർച്ചയായും ശരത്ത്, മറ്റൊരു ഡ്രൈവർ കൂടി ഇപ്പോൾ കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന വിവരം കൂടി നൽകിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ ഈ ഫോട്ടോ ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് എളുപ്പം കുട്ടിയെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് സംഘത്തിന് ഒപ്പവും അല്ലാതെയും പല സംഘങ്ങളായി തിരിഞ്ഞ് നിലവിൽ ഇപ്പോൾ കന്യാകുമാരി ടൗണിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഒപ്പം തന്നെ ഏതെങ്കിലും വഴിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും വഴിയിൽ കുട്ടി എത്തിപ്പെട്ടിട്ടുണ്ടോ, അവിടെ എവിടെയെങ്കിലും വിശ്രമിക്കുകയാണോ എന്ന കാര്യമൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാരണം കുട്ടിയുടെ കയ്യിൽ ആകെ 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമുള്ള സംവിധാനം നിലവിൽ ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല. അതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഹോട്ടലിലോ ഒപ്പം തന്നെ തൊട്ടടുത്ത ലോഡ്ജിലോ മറ്റേതെങ്കിലും കടകളിലോ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഒരു പ്രതിസന്ധി, ഈ CCTV ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നുണ്ടെങ്കിലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല, അത് റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമില്ല മിക്കവാറും കടകളിലും ഹോട്ടലുകളിലും എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായിരിക്കുന്നത്. എങ്കിലും പരമാവധി ലഭിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ മേഖലകളിൽ തന്നെ നടക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ടോ എന്ന പരിശോധനയും നടത്തുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ കൃത്യമായ നിലയിൽ പല സംഘങ്ങളായി നാട്ടുകാരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിന്റെയും സഹായത്തോടെയാണ് കേരള പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുട്ടി മറ്റ് ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അവശ്യമായി ഏതെങ്കിലും വിശത്തിന് ഏതെങ്കിലും ഭാഗത്തേക്ക് മാറിയിരിക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. തൊട്ടടുത്ത ബീച്ച് റോഡിൽ അതുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. ആ ഭാഗത്തേക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 5:50ഓടെയും 5:30ഓടെയും ഒക്കെയായി ഈ ഓട്ടോ ഡ്രൈവർമാർ ഈ കുട്ടി ഒന്ന് സംശയിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ അന്വേഷണം അങ്ങോട്ട് നടക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ തന്നെ രാവിലെ ഏകദേശം രാത്രി പുലരുന്നതുവരെ ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴിയും അവർ നൽകുന്ന വിശദീകരണവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയും പകലുമൊക്കെ രാത്രികാലത്തുമൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഈ ഓട്ടോ ഡ്രൈവർമാർ എന്തുകൊണ്ട് ഈ കുട്ടിയെ കൂടുതലായി ശ്രദ്ധിച്ചു? കാരണം ഇത്രയധികം ആളുകളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലത്ത്, മാത്രമല്ല രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരമൊരു വെളുപ്പാങ്കാലത്തൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് കണ്ടതുകൊണ്ട് അവർ ശ്രദ്ധിച്ചതാകാം. പക്ഷേ പോലീസ് അവരോട് ഏത് സാഹചര്യത്തിൽ കണ്ടു, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ കുട്ടി പോകാനിടയുള്ള വഴികൾ എവിടേക്കൊക്കെ പോകാം എന്നൊക്കെ പോലീസ് അനുമാനിച്ച്, അതുകൊണ്ടുകൂടിയാവണം വിജിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ഈ തെരച്ചിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ വിട്ട് കുറേ കൂടി വിശാലമായി, കുറേ കൂടി വിപുലമായി കന്യാകുമാരിയുടെ തന്നെ പല ഭാഗത്തേക്കും മാറിയിരിക്കുന്നു. അപ്പോൾ അതായത് അന്വേഷണ സംഘത്തിൻ്റെ, തമിഴ്നാട് പോലീസിൻ്റെയും കേരള സംഘത്തിൻ്റെയും ഒരു ധാരണ, ഒരു വിലയിരുത്തൽ, ഒരു ധാരണ, ആ കുട്ടി
കന്യാകുമാരി വിട്ട് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരുപക്ഷെ ഒരു ബസ്സിൽ കയറി മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വീണ്ടും കന്യാകുമാരിയിൽ നിന്ന് ഒരു ട്രെയിനിൽ മറ്റ് തിരിച്ച് തിരുവനന്തപുരം വഴി പോരുന്ന തരത്തിലേക്കോ ഒന്നും ഉണ്ടാവാനിടയില്ല എന്നാണോ പൊതുവായി പോലീസ് ഇപ്പോൾ തിരയുമ്പോൾ അവരുടെ ഒരു പൊതുധാരണ ഏതാണോ അതുകൂടി വെച്ചുകൊണ്ടാണോ അവിടെ തെരച്ചിൽ ശക്തമാക്കുന്നത്? അതുപോലെ തന്നെ ഈ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ പോലീസും ഒക്കെ കൃത്യമായ അലർട്ടാണോ? ഈ കുട്ടി വീണ്ടും നമ്മൾ പറഞ്ഞൊരു ചാൻസ് മാത്രമാണ്, തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടുന്ന് ഒരു മറ്റൊരു ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ സ്വാഭാവികമായിട്ടും റെയിൽവേ പോലീസ് പരിശോധിക്കും. അവർക്ക് കിട്ടിയ ഒരു അലർട്ട് ഉണ്ടാവും, ഇൻഫർമേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ കന്യാകുമാരിയിൽ തന്നെ കുട്ടിയുണ്ട് എന്ന നിലയിലുള്ള ഒരു ബോധ്യത്തോടെ തന്നെ വ്യാപകമായ തെരച്ചിൽ എന്ന സ്ഥിതിയാണ്, എന്ന അവസ്ഥയാണ് ഏതാണ്ടല്ലേ വിജിൻ? ശരത്, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും ഒരു സഹായകരമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഈ രാവിലെ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള, അതായത് ടാക്സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ എണ്ണവും ഫോൺ നമ്പറും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ ലഭിച്ച സാഹചര്യത്തിൽ തന്നെ പോലീസ്, തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ അവർക്ക് ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടാൽ എളുപ്പം തിരിച്ചറിയാനുള്ള മാർഗം അവർക്കുണ്ട്. അങ്ങനെയാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്. അത് പോലീസ് കൃത്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആ കുട്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഗ്രൂപ്പിൽ ഈ ഫോട്ടോ കണ്ട ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പുലർച്ചെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന്, കന്യാകുമാരി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ്സിലെ ഈ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും വാട്സപ്പ് കേന്ദ്രീകരിച്ചും ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പണമില്ലാതെ ആയിരിക്കും കുട്ടി ബസ്സിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി കയറുന്നുണ്ടാവുക. അപ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ നമ്പർ കൂടി കളക്ട് ചെയ്തിട്ട് ഈ ഫോട്ടോ അതിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ കടകളിലെ ഉടമസ്ഥർക്കും ജീവനക്കാർക്കും ഒക്കെ ഈ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായി ഈ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ബസ്സിലോ മറ്റോ കയറി മറ്റൊരിടത്തേക്ക് എത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോലീസ് പരിശോധിക്കുകയും അതിലെ ഏതൊക്കെ ബസ്സാണ് അവിടെ നിന്ന് ഈ സമയത്തിനുള്ളിൽ പുറപ്പെട്ടിട്ടുള്ളത്. ഏതായാലും രാവിലെ 8 മണിക്ക് മുമ്പ് കുട്ടി മറ്റൊരു ബസ്സിൽ കയറി പോയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് നിലവിലെത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം ബസ്സുകൾ മാത്രമാണ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ജീവനക്കാരെയും ഒപ്പം തന്നെ അതിന്റെ ഉടമസ്ഥരെയും ഒക്കെ നമ്പർ കളക്ട് ചെയ്ത് പോലീസ് അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. ബന്ധപ്പെട്ട ശേഷമാണ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ഏകദേശം എത്തിയിട്ടുള്ളത്. ഒന്നും ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിലല്ല നിലവിൽ. പല കാരണങ്ങളുണ്ട്. ഞാൻ വിജയനിലേക്ക് വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നിർഭനോട് സംസാരിച്ച അധ്യാപകൻ പറഞ്ഞ പോലെ ഭാഷയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇവിടെ പഠിക്കുന്നത് തിരുവനന്തപുരത്താണ്, പക്ഷേ അപ്പോഴും അസം സ്വദേശികളായിട്ടുള്ള അതിഥി തൊഴിലാളികളുടെ മകളാണ്. അപ്പോൾ അവർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സ്കൂളിൽ പോലും ഭാഷ വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അധ്യാപകൻ പറഞ്ഞ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുമ്പോഴും അത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്താലും ആ നിലയിൽ ഒറ്റയ്ക്കുള്ള യാത്ര, ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയുടെ അത്തരമൊരു യാത്ര, ഇത് നിശ്ചയമായും കണ്ടക്ടർക്ക് ടിക്കറ്റ് എടുത്താൽ പോലും അവരുടെ മനസ്സിൽ പതിയും. അതുതന്നെയാവണം ഓട്ടോ ഡ്രൈവർമാർക്കും ഈ രാവിലെ കുട്ടിയെ കണ്ടു എന്ന നിലയിലൊരു തോന്നൽ ഈ ചിത്രം കണ്ടപ്പോൾ വന്നത്. ഓട്ടോ ഡ്രൈവർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ചിത്രം കേരള പോലീസ് നൽകിയപ്പോഴാണ് അതിൽ നിന്ന് 2 ഓട്ടോ ഡ്രൈവർമാർ ഈ കുട്ടിയെ കണ്ടു എന്ന ഈ കുട്ടിയെ തന്നെയാണ് കണ്ടത് എന്ന ബോധ്യത്തോടെ ഒരു വിവരം നൽകിയിട്ടുള്ളത്. അത്തരം വിവരങ്ങളിൽ നിന്ന് ആ മേഖലയുമായി ചുറ്റിപ്പറ്റി അവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ പോലും പരമാവധി എത്രമാത്രം സഞ്ചരിക്കാനാകും, എവിടെയൊക്കെ പോകാനാകും എന്നൊക്കെയുള്ള ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് സ്വാഭാവികമായും ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ടീമായി തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്ന ആ സംഘം, അതിൽ വനിതാ പോലീസുമുണ്ട്. ഇപ്പോൾ അവർ ആ നിലയിലുള്ള ഒരു യുക്തിസഹമായ ആലോചനയുടെയും ചില ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിപുലമായ തെരച്ചിൽ ഇപ്പോൾ കന്യാകുമാരിയുടെ പലയിടങ്ങളിലും, ബീച്ച് സൈഡിൽ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ പലയിടങ്ങളും അതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ലോഡ്ജുകളിലുമൊക്കെ ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും ചെന്ന് കയറിയിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വളരെ കുറച്ച് പൈസ മാത്രമേ കയ്യിലുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ഉറപ്പിച്ചിപ്പോൾ എടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ, ഭക്ഷണം വാങ്ങിത്തരാൻ ആരോടെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ കുട്ടിയെ അങ്ങനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടുമുട്ടുമ്പോൾ കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെയാണെങ്കിലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനുള്ള ആ നിലയിലാണെങ്കിലും, ഏതായാലും ഒരു രാത്രി ആ കുട്ടി കടന്നിട്ടുണ്ട്, ആശ്വാസകരമായി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലൊരു അപകടാവസ്ഥയിലല്ല എന്ന് കരുതാൻ കാരണം 2
ഓട്ടോ ഡ്രൈവർമാർ ഈ കുട്ടിയെ കണ്ടു എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട വിവരം പോലീസുമായി പങ്കുവച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ പ്രധാനമായ ഒരു തെരച്ചിൽ തുടരുന്നത്, വളരെ വലിയ തെരച്ചിൽ തുടരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ.